ഇന്നത്തെ വീഡിയോയിൽ ഒരു മീൻപിടുത്തം കേട്ടോ കളിക്കുന്നത്. ഒരു ഓഞ്ചിയത്ത് പോയിട്ടുള്ളൊരു മീൻപിടുത്തം. ഞങ്ങൾ കുറച്ച് കൂട്ടുകാരാണ് പോയത്, സൗഹൃദ ടീമുള്ള. അതേപോലെ തന്നെ നമ്മളെ കൂട്ടുകാരനുണ്ട് ഷിദിനേട്ടൻ്റെ നാട്ടിലേക്കാണ് ഇന്ന് പോയത്. ഞങ്ങൾ മുത്തുമണി കബീർ മുക്കം ഒരാൾ വരെ വീശി വരാനോണ്ടൊന്ന് എറിഞ്ഞു നോക്കിയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മീനിനെ കിട്ടിത്തുടങ്ങി. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം 10-11 മണിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ 7-8 മണിയൊക്കെ ആകുന്നപ്പോൾ തന്നെ ഷിദിനേട്ടനൊക്കെ തണ്ടാടി കൊണ്ട് മീൻ പിടിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു വീശുവലയും കൊണ്ടാണ് പോയത്, കബീറിൻ്റെ വീശുവലയാണ്. കിട്ടുന്ന മീനൊക്കെ ഒരു സഞ്ചിയിലേക്ക് എടുത്തിട്ടാണ് നമ്മളെ രാഹുൽ നരിക്കുനി. മീൻ പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ചെറിയ ചെറിയ മീനുകളെ റാഞ്ചാൻ വേണ്ടിയിട്ട് ഒരുപാട് പരുന്തുകളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്കിന്ന് ഒരു വീഡിയോയിൽ മീനിനെ പരുന്ത് റാഞ്ചി പോകുന്നത് കിട്ടിയത്. 2 പരുന്ത് വന്നിട്ട് ചെറിയ 2 മീനിനെ കറക്കിയിട്ട് 2 മീനിനെ റാഞ്ചി പോയി. മീൻപിടുത്തം അങ്ങനെ ചോറായി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി മരത്തിൻ്റെ ഒരു തെങ്ങിൻ്റെ പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൈനമക്കൾ വെള്ളത്തിലേക്ക് വീട്. അത് പിന്നെ അവിടെ നിന്നെല്ലാം കൂടി തട്ടിപ്പടിഞ്ഞൊരു പൊത്തിലേക്ക് പോയി. അങ്ങനെ കബീറും ഹാരിസ്കയും എല്ലാവരും കൂടി ചേർന്ന് അതിനെ രക്ഷിച്ച് അതിൻ്റെ അമ്മയും അച്ഛനുണ്ടായിരുന്നു അതിൻ്റെ അടുത്തേക്ക് മാറ്റി. വീണ്ടും ജീവിതത്തിലേക്ക് വെള്ളത്തിലിറങ്ങി വലിയൊരു മാളത്തിലേക്ക് പോയി വീണ്ടും അത് അമ്മയുടെ അടുത്തേക്ക് അങ്ങ് തിരിച്ചേൽപ്പിക്കാൻ പോവുകയാണ് മീനക്കുട്ടി. ഇത്രയും തൊട്ടടുത്ത് മൈനാനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുകയാണ് നമ്മളെ സുനീർ കൊയിലാടി. എന്താണെങ്കിലും അത് രക്ഷപ്പെടുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കാമെന്നാണ് വിജീഷ് ചേട്ടനോട് കേട്ടോ. വിജീഷ് NIT. ഇനി വീശിവല എറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഹാരിസ്കയും സുനീർക്കയും കൂടിയാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ തീരെ അറിയാത്ത ഞാനും ഇന്ന് വല വീശാൻ പഠിച്ച ഇവരുമാണ്. എന്താണെങ്കിലും ആദ്യമായിട്ട് കാണുമ്പോൾ അത്ര സുഖമുള്ള പരിപാടിയല്ല, അത് ചെയ്താലും അറിയുള്ളൂ. ഞാൻ വല വീശിയപ്പോൾ കിട്ടിയൊരു മീനാണിത്, ചെറിയൊരു കുഞ്ഞൻ മീൻ. എങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് ഇതായാലും ഇല്ലാത്ത വന്ന് പെട്ടാണ്. അതിനെ അരിസ്ക എടുത്ത് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട്. ചെറിയ മീനുകളൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. എന്താണെങ്കിലും ഇന്ന് ആദ്യമായിട്ട് കുറേ ആൾക്കാർ വീശിവല എറിഞ്ഞ് ശ്യാം എറിയുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർക്ക് മീൻ കിട്ടുന്നുണ്ട്. ഒരു സൈഡിൽ കൂടി ഞങ്ങൾ മീൻ പിടിക്കുന്നപ്പോൾ കുറച്ച് ആൾക്കാർ എരുന്ത് പെറുക്കാൻ പോയി. നല്ല വലിപ്പമുള്ള എരുന്ത് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് പെറുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പോയി. കബീറും ശ്യാമും നവീണും വെള്ളത്തിലിറങ്ങിയിട്ട് എരുന്ത് ഇങ്ങനെ പെറുക്കുകയാണ്. ഇത് ഓരോ മരത്തിൻ്റെ അടിയിൽ വേറെ കുറ്റിയോ എന്തോ ആണ് ഒരു സാധനം ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ എരുന്ത് കയറി കിടക്കുന്നുണ്ട്. അവിടെ ഉള്ളത് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നുണ്ട്. വേരിൻ്റെ ഉള്ളിലായിട്ടാണ് കൂടുതൽ എരുന്തുള്ളത്. ശ്യാം അതൊക്കെ എടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള എരുന്ത്. എന്താണെങ്കിലും ഒരു പ്രത്യേക സ്ഥലം കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. വെള്ളം ഉള്ളിടത്താണെങ്കിൽ ഒരു മുട്ടിൻ്റെ ഹൈറ്റിലാണ് വെള്ളമുള്ളത്. അങ്ങനെ അവസാനം ഞങ്ങൾ വന്നപ്പോൾ പിടിച്ച മീനുകളെല്ലാം കൂടി, മീനും കടുക്കയെല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ടതാണ്. ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഷിദിനേട്ടൻ ഞങ്ങൾക്ക് പിടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിലെല്ലാം കൂടി ലാസ്റ്റ് മൊത്തത്തിൽ നിരത്തിയതാണിത്.
അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതിന് ആദ്യം തന്നെ ഷിതിനാട്ടനാണ് താങ്ക്സ് പറയുന്നത്. അങ്ങനെ വീട്ടിലുള്ള മീനും എല്ലാ മീനും കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് അവരെ ഐസൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫോണ്